മുനിസിപ്പൽ കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ട കാര്യം കൗൺസിൽ ചർച്ച ചെയ്യാം. കോടതിയുടെ ഈ ഇത്രയും ജംഗ്ഷൻ അവിടെ വന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. കോടതിയുടെ നിലവിലുള്ള കാര്യം കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ് ഇരിഞ്ഞാലക്കുട നഗരസഭ അടിയന്തര പ്രമേയം നമുക്ക് കോടതിയുടെ ഉത്തരവിന്റെ കോടതിയുടെ ഉത്തരവുണ്ട് സമ്മതിക്കുന്നു. കോടതിയുടെ ഇഞ്ചക്ഷൻ ഉത്തരവാണ് നമ്മുടെ ആ നടപടിയല്ല നമ്മൾ പറയുന്നത്. നമുക്ക് എന്ത് പരിഹരിക്കാൻ പറ്റും, അതായത് സെക്രട്ടറിമാർക്ക് പരിഹരിക്കാനാണ്. മുനിസിപ്പൽ ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കോടതി ഉത്തരവുള്ള കാര്യത്തെക്കുറിച്ച് കൗൺസിലിൽ ഡിസ്കഷൻ പാടില്ല. കോടതി ഉത്തരവിന്റെ കാര്യത്തില് നടപടി ചർച്ച പാടില്ലായിട്ട് മുനിസിപ്പൽ കൗൺസിലിന്റെ റൂള് പറയുന്നെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിക്ക് അതിനെതിരെ അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കൗൺസിൽ അഭിപ്രായം പറയാം. സെക്രട്ടറി നടപടിയിരിക്കാൻ പോലെ കൗൺസിൽ അഭിപ്രായം വേണ്ടേ? ഇത് ഔദ്യോഗികമായി മാത്രമായിരിക്കും കൗൺസിൽ തലമുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇതിന് തീരുമാനം എടുക്കുന്നെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷിമാരെ എല്ലാ കൗൺസിലർമാരും കക്ഷി നേതാക്കന്മാരെ അല്ലാതെ തിരക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതൊരു കാര്യം കോടതി വന്നു പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യം അതല്ല വേണ്ടത്. കോടതി ഉത്തരവിനപ്പോ യാതൊരു വിലയില്ലാന്നാണോ? കോടതി ഉത്തരവിനെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കോടതി ഉത്തരവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കോടതി പറഞ്ഞിരിക്കുന്നത് മലിനജലം ഒഴുക്ക് വിടുന്നതുമായിട്ട് അവിടെ ഇപ്പൊ ഒഴുക്ക് വരുന്ന സംഭവത്തിന് എന്താണോ പരാതി ആ പരാതി കമ്പനി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പരിധിയല്ല. മനസ്സിൽ ഇവിടെ ഈ അറ്റൻഡന്റ് കൊണ്ടേണ്ടത് വ്യാപാരി വ്യവസായികൾ ഈ നഗരസഭയിലെ നികുതി അടച്ചുകൊണ്ട് ഇവിടെ വിൽപ്പന നടത്തുന്ന വ്യാപാരി വ്യവസായികൾ തന്നിട്ടുള്ള ഒരു പരാതി അതിപ്പോ തീരുമാനമെടുക്കില്ല. നമ്മള് കോടതിയുടെ പുറത്ത് തീരുമാനമെടുക്കില്ല. മറിച്ച് നമുക്ക് നമ്മുടെ ചർച്ചകൾ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ വേണം നേരിടുന്നത് എന്ന് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് ചർച്ച ചെയ്യാൻ കൗൺസിൽ അധികാരം തീരുമാനമെടുക്കാൻ കൗൺസിലിൽ വരുന്നത് കാര്യം അജണ്ടയായിട്ട് കൊണ്ടുവന്നില്ല. അത് പറയാം. അജണ്ടയിൽ വെച്ചതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ടത് തീരുമാനിക്കുന്നു. സെക്ഷൻ 312 അനുസരിച്ചാണ് ഔട്ട്ലെറ്റ് എടുത്തിരിക്കുന്നത്. അത് ആ സ്ഥിതി തുടരുമ്പോ അത് പുനഃപരിശോധിക്കാനായിട്ട് കൗൺസിൽ അധികാരമുണ്ടോ? സെക്രട്ടറി നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അധികാരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു അധികാരം സെക്രട്ടറിയിലാണ്. സെക്രട്ടറിക്ക് മാത്രമേ സെക്രട്ടറി അറിയില്ല അതോറിറ്റി. ആ ഒരു കാര്യത്തില് ഈ ചെയർമാൻ കൗൺസിലിലേക്ക് വിഷയം കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇല്ലാത്ത കുഴപ്പം ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില ശക്തമായ നടപടികളുടെ കുറവുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായത്. ആഗസ്റ്റ് 24-ാം തീയതിയാണ് ഓംബുഡ്സ്മാന്റെ കാര്യം രീതി പറഞ്ഞത്. ആഗസ്റ്റ് 24-ാം തീയതി ഈ വിഷയം ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷമാണ് ചെയർമാനും ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 2012 റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി നഗരസഭയിൽ വർണ്ണശബളമായി ആഘോഷിക്കേണ്ട കാര്യം കൗൺസിലിന്റെ പരിഗണനയിൽ. കുറിപ്പ് 2011